ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല. ഒരു തെറ്റ് ചെയ്തു പോയി. അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി ചോദിക്കണമെന്ന് കരുതി വന്നതാ. ഉടനെ 2-3 ഇടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം. പക്ഷെ ഞാനൊരു1000 വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എന്റെ സ്വപ്നത്തില്. എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പെട്ടെന്ന് അറിയാണെങ്കിലും അന്ന് ആ റെസ്റ്റോറന്റിൽ മിനിയന്റെ അടുത്തിരുന്നപ്പോ അടുപ്പത്തിൽ വർത്താനം പറയാനൊക്കെ പറഞ്ഞപ്പോ ദൈവം എന്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ ഞാനങ്ങ് കയറി ഭ്രമിച്ചുപോയി. അതാ പെട്ടെന്ന് ഒരാൾ എന്റെ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാനങ്ങനെ പറഞ്ഞു പോയത്. പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പറയരുതായിരുന്നെന്ന് പിന്നീട് തോന്നി. അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് ചോദിക്കുക. മാപ്പ്. കൂട്ടുകാരനെ എവിടാ കൊണ്ടുപിടിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഇനി ഇങ്ങനൊന്നും വേണ്ട. അന്ന് അടുത്തു വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കുക. വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നേര്. എന്നിട്ടെല്ലാം മറന്നേര്. എല്ലാം. ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എന്റെ കൂട്ടുകാർക്കും കിട്ടിയ ഒരുപാട് ശിക്ഷ. അതിന്റെ പേര് തീർക്കുമ്പോ വേണ്ടാന്ന് എനിക്കെങ്ങനെ പറ്റും? എന്നാലും മിനി പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി. പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞില്ലേ, മറക്കാം. എന്റെ വാശിയും എന്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം. പക്ഷേ പഴയ ജന്മത്തിൽ എന്റെ കൊതി തീരാത്തൊരു മുഖമുണ്ട്. ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും.